അങ്ങനെ ഇത് വറക്കണം, അരിയണം. മൊത്തം അരിഞ്ഞ് കഴിഞ്ഞു ഏത്തയ്ക്ക. ഇനി എണ്ണ സ്റ്റൗവിൽ വെച്ചു, കുഴുതവി എടുത്തു. ഇനി വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി വറക്കാൻ തുടങ്ങും അല്ലേ. കുറേശ്ശെ ഒട്ടിപ്പിടിക്കാതെ കുറേശ്ശെ ഇളക്കി കൊടുക്കാം. ഇത്രയും കൂടെ വറക്കണം. ചിപ്സ് വറുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ചിപ്സ് വാഴക്കായുടെ തൊലിയാണിത് കേട്ടോ. ഇത് വാഴയുടെ അകത്തെ പിണ്ടി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ പിണ്ടിയും അരിഞ്ഞ് പയറ്, ചെറുപയറോ വൻപയറോ ചേർത്ത് തോരൻ വെക്കാൻ നല്ലതാണ്. ഈ വാഴക്കായുടെ തൊലിയും ഏത്തക്കായുടെ നാടൻ കായാണ്. നമ്മൾ തൊട്ടടുത്ത പറമ്പിൽ ഉണ്ടായത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇതും പയറും ഇട്ട് തോരൻ വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഇപ്പം വേണ്ട, ഇത് നാളത്തെ ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെക്കുവാണേ. ചിപ്സ് ഏകദേശമായി. ഇനി തീ കുറച്ചിട്ട് കോരി വെക്കണം. ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് പൊടി ഇട്ടാൽ മതി. ഉപ്പ് പൊടി ഇട്ട് നല്ല കിലുകിലുകിലെന്നായി. ഇനി അപ്പോൾ കോരിയെടുക്കാം. ഇപ്പോഴേ ഇത് കോരുകയാണ്. അപ്പോൾ ഗൈസ് ഇതാ പിന്നെ ചിപ്സ് വറുത്ത് കഴിഞ്ഞു. ഇതാണ്ടിരിക്കണം കേട്ടോ. സൂപ്പറാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് തൊലിയും പിണ്ടിയും. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ടിന്നിലെടുത്തിട്ട് വെക്കാം. പിന്നെ ബാക്കി ഇതെൻ്റെ വറുത്തുകൊണ്ടിരിക്കുന്നു. വറക്കാനുള്ളത് ഇതേ മുറത്തിലിരിക്കുന്നു. ഇതും കൂടി പറയാനുണ്ട്. ഈ വാഴയുടെ ഒരു സാധനവും കളയാനില്ല. വാഴ വെട്ടിയിട്ട് അതല്ല അതിൻ്റെ ചുവട് നിർത്തിയിരിക്കുന്നു. ആ ചുവട് നടുക്കൊന്ന് നമ്മളിങ്ങനെ തുറന്നെടുക്കണം. എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തുണിയോ മറ്റോ ഇട്ട് അത് കെട്ടി വെച്ചേക്കണം. തുറന്നൊരു കുഴി പോലെ ആക്കി വെക്കണം നടുക്ക് പിണ്ടിക്കകത്തുനിന്ന്. ആ തുണിയോ ഒരു പാത്രം കൊണ്ടോ കമത്തി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അതിനകത്ത് വെള്ളം ഊർന്ന് വരും. ആ വെള്ളം എടുത്ത് മഞ്ഞൾപ്പൊടിയും തേനും ഒഴിച്ച് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ എന്തൊക്കെ രോഗത്തിന് നല്ലതാണ്, ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ വാഴയില അത് വെട്ടിയിട്ടിട്ട് അതിൻ്റെ കറ പോയി കഴിയുമ്പം ആ ഇലയെടുത്ത് ബെഡിൽ വിരിച്ച് കിടക്കാൻ നല്ലതാണ്. ഈ ബെഡിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാത്തവർക്കും ഫാന്, AC, കൂളർ ഇതൊന്നും ശരീരത്തിന് പറ്റുകയില്ലാത്തവർക്കും, എനിക്ക് അങ്ങനെയൊക്കെ അനുഭവം ഉള്ളതാണ് കേട്ടോ. എനിക്ക് പറ്റുകയില്ല, തണുപ്പും പറ്റത്തില്ല, ചൂടും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആ ഇല ബെഡിൽ വിരിച്ച് കിടക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലതാണ്. വാഴയില രോഗപ്രതിരോധ ശക്തി ഉള്ളതാണ്. പാളയംകുളം വാഴയുടെ ഇല തേച്ച് ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ചൊറിയൊക്കെ വരുമ്പോൾ ആ ചൊറിയ ശരീരത്തിൻ്റെ ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ്. അതുകൊണ്ട് വാഴയിലയും ഒത്തിരി പ്രയോജനമുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നാലും ക്ലോസ് ചെയ്യുവാണേ. എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി നിർത്തുന്നു.